Hello friends, Tutorvault മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് Google AdSenseന്റെ അകത്ത് നമ്മൾ ഒരു ടാക്സ് ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലെ വരുമാനം, അതായത് യൂട്യൂബിലൂടെ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Google AdSenseന്റെ അകത്ത് നമുക്ക് എങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാം എന്നുള്ള കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം Google AdSenseനെ കുറിച്ച് കുറച്ചൊക്കെ പേർക്ക് അറിയായിരിക്കും. എന്തായിരിക്കും Google AdSense എന്ന് പറയുന്നത്? യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് Google AdSense, അതായത് ഈ Google AdSense എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ്, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മുടെ എമൗണ്ട് എല്ലാം നമ്മൾ വിഡ്രോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ Google AdSense കയറി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റർ ചെയ്ത് നിങ്ങളുടെ യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ Google AdSenseൽ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. നിരവധി സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന നിരവധി ആളുകൾ നമ്മളോട് ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് Google AdSenseൽ അല്ലെങ്കിൽ യൂട്യൂബിലെ വരുമാനം വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ Google AdSenseൽ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മളോട് നിരവധി ആളുകൾ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിന് എങ്ങനെയാണ് Google AdSenseൽ നമുക്ക് എങ്ങനെ നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ സെറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് മന്ത്ലി നമ്മുടെ യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം നമുക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ള ഫുൾ സ്റ്റെപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Google AdSenseൻ്റെ അകത്ത് നിങ്ങൾക്ക് ടാക്സ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പാൻ കാർഡ്. അതായത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനം Google AdSense എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ, അതായത് US ബേസ്ഡ് ആയിട്ട് വരുന്ന ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ അവരുടെ ബേസിക്, അതായത് US ബേസ്ഡ് ആണ് നമുക്ക് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ എൻ്റർ ചെയ്ത് ഒരു നിശ്ചിത തുക ടാക്സ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് യൂട്യൂബിലേക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ പാൻ കാർഡ് വളരെ നിർബന്ധമാണ്. നമുക്ക് ഈ Google AdSenseൻ്റെ അകത്ത് ടാക്സ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പാൻ കാർഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും കയ്യിലെടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ എൻ്റെ ഫോണിലൂടെ തന്നെ നമുക്കിത് ചെയ്യാം. പക്ഷേ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു ചെറിയ ഇഷ്യൂ പറ്റി, അതുകൊണ്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ PC-യിലോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഫോണിലൂടെ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ. ലാപ്ടോപ്പ് വേണമെന്നോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വേണമെന്നോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. തെറ്റുകളൊന്നും ചെയ്ത് വെക്കരുത്. ഇനിയിപ്പോൾ ചെയ്യാൻ അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ അത് ചെയ്ത് തരുന്നതായിരിക്കും. ചെയ്യാൻ അറിയുന്നവർ ഈ വീഡിയോ കറക്റ്റായിട്ടിരുന്ന് കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, നമ്മളത് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് എന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഏണിങ്സ് നമ്മൾ Google AdSenseലൂടെ നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ AdSenseൻ്റെ അകത്ത് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിലൂടെ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വരുമാനം നമുക്ക് AdSenseലൂടെ നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ ടാക്സ് ഇൻഫർമേഷൻ Google AdSenseൽ ആഡ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് ഞാനിവിടെ റെക്കോർഡ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ടിരുന്ന് ഓരോ സ്റ്റെപ്പുകളും കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ 100% നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം google.com-ൽ കയറിയിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ AdSense എടുക്കുക. AdSense എടുക്കുമ്പോൾ Google AdSense എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് വരിക. അതതിൻ്റെ ഹോം പേജ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഹോം പേജ് വരിക. ഇങ്ങനെ ഹോം പേജ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതെൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെബ്സൈറ്റ് വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ
ഹോം, ആഡ്സ്, സൈറ്റ്സ് അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആഡ്സെൻസ് ഫോർ യൂട്യൂബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആഡ്സെൻസ് ഫോർ യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മൗസ് പോയിൻ്റർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. അതായത് ഏണിങ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ വെരിഫിക്കേഷൻ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ വെരിഫിക്കേഷൻ ചെക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്, അഡ്രസ് വെരിഫിക്കേഷനും കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യുവർ യൂട്യൂബ് പേയ്മെൻറ്റ് ആർ ഹോൾഡ് ഓൺ, യു ഹാവ് അക്കൗണ്ട് ഇഷ്യൂ ടു ഫിക്സ്. അതായത് യൂട്യൂബ് പേയ്മെൻറ്റ് നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ അതിലേക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ എമൗണ്ട് ഇതിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ യൂട്യൂബിലെ വരുമാനം ഇതിലേക്ക് വന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്, അതുപോലെ യൂട്യൂബ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ത്യ $US എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് യൂട്യൂബ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടത് ഇവിടെ ഒരു റെഡ് മാർക്കോട് കൂടി ഒരു ടാക്സ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ശരിയാക്കാം. അതിന് മുമ്പ് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആക്ഷൻ, അതായത് യൂട്യൂബ് പേയ്മെൻറ്റ് ആർ ഹോൾഡ് ഓൺ യുവർ അക്കൗണ്ട് ഫിക്സ് ടു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ അപ്ഡേറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പറയുന്നത് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ആഡ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. താഴത്തോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചൊക്കെ നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ മെയിലിംഗ് അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു 20 മിനിറ്റ്സ് എടുക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്കൊക്കെ ഉള്ള സമയത്ത് ചെയ്യുക. സമയമെടുത്ത് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനായിട്ട് സ്റ്റാർട്ട് ഫോം എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ട് ഫോം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജിമെയിൽ ID നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിൽ നമുക്ക് 2 ഫാക്ടർ വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഇല്ലെങ്കിൽ നമുക്ക് ആഡ്സെൻസിൻ്റെ ആ ഒരു നെക്സ്റ്റ് പേജിലേക്ക് അത് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെയിമും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചാനലാണിത്. അപ്പോൾ ഞാനതുകൊണ്ട് ഇൻഡിവിജ്വൽ, നോൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനതിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തോട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വരും, ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. അതായത് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സിറ്റിസണോ ആണ് അല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻ്റ് ആണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളല്ലാത്തതുകൊണ്ട് നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങളവിടെ കണ്ടല്ലോ, കറക്റ്റായിട്ട് ഞാൻ ടിക്ക് ചെയ്ത ഓപ്ഷൻ കണ്ടല്ലോ. അടുത്തതായിട്ട് സെലക്ട് W8 ടാക്സ് ഫോം ടൈപ്പ്. ഇത് 2 എണ്ണമുണ്ട്. അപ്പോൾ ഈ 2 എണ്ണം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ അത് സെലക്ട് ചെയ്യണം, വേറെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ഈ 2 ഓപ്ഷനിൽ, അതായത് സെലക്ട് W8 ടാക്സ് ഫോം ടൈപ്പ് എന്ന് പറയുന്നതിൽ 2 ഓപ്ഷനുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ആഡ്സെൻസിലൂടെ വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ W8ECI എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യമായി ഒരു ആഡ്സെൻസിലേക്ക് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ W8BEN എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നെക്സ്റ്റ് ഫോമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 15 സെക്കൻഡോളം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേനും നമുക്ക് നെക്സ്റ്റ് ഫോമിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ പാൻ കാർഡിലുള്ള അതേ നെയിം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അതിലേക്ക് ഒന്നും ക്ലിക്ക് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ കൺട്രി ഓർ റീജിയൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു.
ഇനി ഫോറിൻ ടിൻ അതുപോലെ USITIN ഓർ SSN എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കണ്ടോണം. ഇതിൽ ഫോറിൻ TIN അതായത് ടിൻ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റാണ്ട് തന്നെ എൻ്റർ ചെയ്യണം. വളരെ കെയർഫുള്ളായിട്ട് ഫോറിൻ ടിൻ എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക. അതായത് നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ട്രീറ്റ് അഡ്രസ്സ്, സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. വളരെ കെയർഫുള്ളായിട്ട് തന്നെ എൻ്റർ ചെയ്യണം. തെറ്റാണ്ട് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും സിറ്റിയും സ്റ്റേറ്റും എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം മെയിലിംഗ് അഡ്രസ്സ് ഈസ് സെയിം ആസ് പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു ഫോമിലേക്കാണ് പോകുന്നത്. നിങ്ങൾ 2023 തൊട്ട് നിങ്ങൾ US ടാക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസിലെ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ വീഡിയോ കണ്ടാൽ മതിയാവും. കാരണം പഴയ വീഡിയോനേക്കാളും അല്ലെങ്കിൽ പഴയ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള വീഡിയോനേക്കാളും കുറേ ഡിഫറൻസ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇത് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആർ യു ക്ലെയിം എ റെഡ്യൂസ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് ട്രീറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. നോ ഉണ്ട്, എസ് ഉണ്ട്. ഈ വരുന്ന ഓപ്ഷനിൽ നിങ്ങൾ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇവിടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ചെക്ക് ബോക്സ് അവിടെ കാണുന്നുണ്ട്. അത് ടിക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രി ഇന്ത്യ ആയിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ കാണുന്ന ചെക്ക് ബോക്സ് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ സർവീസാണ് 3 സർവീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 സർവീസിലും നമ്മൾ കുറച്ച് ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തിൽ ടിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾ 0% അതായത് റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 0% സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. നിങ്ങൾ 30% ഹോൾഡ് ചെയ്യുന്നത് കൊടുക്കരുത്, 0% തന്നെ കൊടുക്കുക. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. അറിയില്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ചെക്ക് ബോക്സും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ ചെക്ക് ബോക്സും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A11 എന്ന് പറയുന്ന പാരഗ്രാഫ് സെലക്ട് ചെയ്തു. വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് 50% റെഡ്യൂസ് ഈ റേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ 0%, അതായത് ഈ ഫസ്റ്റ് സർവീസിൻ്റെ അകത്ത് വിത്ത് ഹോൾഡിംഗ് റേറ്റ് 0% ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ ആർട്ടിക്കിൾ 12 അതായത് മോഷൻ പിക്ചർ ആൻഡ് TV റോയാലിറ്റീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ അകത്ത് വിത്ത് ഹോൾഡിംഗ് റേറ്റ് 15 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. പിന്നെ ഇവിടെ കാണുന്ന ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഒരു സർവീസും കൂടി ഉണ്ട്, അതും ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A11 എന്ന് പറയുന്ന ആർട്ടിക്കിൾ സെലക്ട് ചെയ്ത ശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് 50% അതായത് റെഡ്യൂസ്ഡ് റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അടുത്ത ഫോമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടി. ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ഓരോ സ്റ്റെപ്പും കണ്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കരുത്. അടുത്ത ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസ് പെർഫോംഡ് ഇൻ US എന്ന് പറയുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ചെക്ക് ബോക്സ് മറക്കാണ്ട് തന്നെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ചെക്ക് ബോക്സ് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക താല്പര്യമുള്ളവരാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടോണം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഓരോ സ്റ്റെപ്പുകളും ചെയ്യുക. ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചെക്ക് ബോക്സ് കാണാം, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഗെറ്റ് ഡോക്യുമെൻ്റ് ബൈ മെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യണതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഇയർലി ഒരു ഡോക്യുമെൻറ്റ്, അതായത് ടാക്സ് ഇൻഫർമേഷൻ്റെ ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ വീട്ടിലേക്ക് അവർ മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്, പോസ്റ്റ് വഴിയായിട്ട്. അത് താല്പര്യമുള്ളവർ കൊടുക്കുക, ഇല്ലാത്തവർ കൊടുക്കണ്ട. ഞാനത് കൊടുക്കുന്നില്ല. ഞാനത് കൊടുക്കാണ്ട് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ അടിക്കുകയാണ്. നെക്സ്റ്റ് ബട്ടൺ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമ്മൾ എഴുതിയ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോം W8Bൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അഡ്രസ്സ്, ടാക്സ് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഇതൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം ഈ ടാക്സ് ഫോം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ബോക്സും ടിക്ക് ചെയ്തിടുക. അതായത് ഈ ഒരു 7 നമ്പറിൽ വരുന്ന ഈ സർവീസ്, അതായത് ഇതും ടിക്ക് ചെയ്തിടുക. എന്നിട്ട് താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ഈ താഴെ കാണുന്ന, നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട താഴത്തോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഈ കാണുന്ന ചെക്ക് ബോക്സ് ഒന്നുകൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇയർ 2020, ഇതൊന്നും മാറ്റാൻ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. വേറെ നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. ഈ താഴെ കാണുന്ന 2 ഓപ്ഷനുണ്ട്, അതായത് യുവർ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് വരുന്ന 2 ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും നോ ക്ലിക്ക് ചെയ്യൽ, നിങ്ങൾ ഐ ആം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലീഗൽ നെയിം കറക്റ്റാണോ നോക്കുക. അതായത് ഫുൾ ലീഗൽ നെയിം എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ പാൻ കാർഡിലുള്ള അതേ നെയിം തന്നെയാണോ എന്ന് നിങ്ങൾ കൺഫേം ആയിട്ട് നോക്കണം. അത് കൺഫേം ആക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത പാൻ കാർഡിൽ ഉള്ള അതേ നെയിം തന്നെയാണോ എന്ന് കൺഫേം ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ടാക്സ് വേറെ ഫോമിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് യുവർ ടാക്സ് ഇൻഫോ ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫോമും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുമ്പോൾ അത് പൊക്കോളും. ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു റെഡ് ലേബലിൽ കൊടുത്തിരുന്ന ആ ഒരു മെസ്സേജ് പൊക്കോളും. അപ്പോൾ അത് പോയിട്ടുണ്ട്, നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ടാക്സ് ഇൻഫർമേഷൻ, അതായത് ഗൂഗിൾ ആഡ്സെൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എല്ലാ സംശയങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ചോദിച്ചാലും നമ്മളിത് ചെയ്തു കൊടുക്കുന്നതാണ് സർവീസായിട്ട്. നിങ്ങൾ തെറ്റ് ചെയ്ത് ഒരിക്കലും നിങ്ങളുടെ ആഡ്സെൻസ് നശിപ്പിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ ഇല്ലാണ്ടാക്കരുത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളും ഇതിൽ കൺഫേം ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.